ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കിസ്സൽ കസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വൈകുന്നേരം കൊടുക്കാൻ കുറച്ച് ഓർഡർ ഉണ്ടായിട്ട് തുടങ്ങിന്. അപ്പോൾ രാവിലെ കായ് പൊങ്ങിയിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആക്കിയത്. അതിന് ശേഷം പിന്നെ ഇത് കൽത്തപ്പം ഉണ്ടാക്കാനുണ്ടായിന്, മുട്ടയപ്പം ഉണ്ടാക്കാനുണ്ടായിന്, പിന്നെന്ത് മുട്ട കുംസ് ഉണ്ടാക്കാനുണ്ടായിന്, ഉന്നക്കായി ഉണ്ടാക്കാനുണ്ടായിന്. ഇതെല്ലാം വൈകുന്നേരത്തേക്കുള്ള ഓർഡർ. അപ്പോൾ ഓരോന്നേ ആക്കിയിട്ടായിട്ട് പിന്നെ അതിൻ്റെ അടുക്കുന്ന പാത്രം കവണം. അപ്പോൾ കുറേ പാത്രം ആകുമ്പോൾ ഒന്നാകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാത്രം കയറ്റി വെക്കും, ഇല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇതാക്കുമ്പം. പിന്നെ ഒരു കൽത്തപ്പം രണ്ട് കൽത്തപ്പം ചുട്ട്, രണ്ട് കൽത്തപ്പം രണ്ട് കുംസും ഉണ്ടായിന്. പിന്നെ ഉന്നക്കായി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം ഫ്രൈ ആക്കാലിട്ട് പിന്നെ മുട്ടയെല്ലാം പൊങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട ഉച്ചയ്ക്ക് ശേഷം തന്നെ മുട്ടയപ്പം ചൂടാൻ. മുട്ടയപ്പം എന്ന് പറയുന്നത് മുട്ട ബജീനെ നമ്മൾ കാസർഗോഡ് മുട്ടയപ്പം എന്ന് പറയല്ലേ. മസാല ഉള്ളിയെല്ലാം മസാല ആക്കിയിട്ടായിട്ട് മുട്ടൻ്റെ കാമ്പയിലേക്ക് ഇട്ടിട്ട് മഞ്ഞ ഇട്ടിട്ടായിട്ട് പിന്നെ മിക്സ് ആക്കിയിട്ടായിട്ട് വെക്കുന്നില്ലേ, ഫില്ലാക്കിയിട്ടായിട്ട് മൈദയിൽ മുക്കിയിട്ട് ഇടുന്നത്, അതിനെ മുട്ടയപ്പം എന്ന് നമ്മൾ പറയൽ. അപ്പോൾ അതെല്ലാം ആക്കിയിട്ട് വെച്ചിട്ട് പിന്നെ ഇതാക്കാൻ കഴിഞ്ഞ് പിന്നെ കുംസാക്കാൻ കഴിഞ്ഞ് രണ്ട് കുംസാക്കാനുണ്ട്. അപ്പോൾ ഉച്ചക്ക് ചോറ് വയ്ക്കുന്നതിനായിട്ട് മുന്നേ തന്നെ കുംസെല്ലാം നമുക്ക് ചെറിയ തീയിൽ നമുക്ക് ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ കുംസാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാക്കുമ്പോൾ കുറേ ലേറ്റാണല്ലോ. പിന്നെ അത് കുക്കറിൽ ഞാൻ കൽത്തപ്പം ചുട്ടത്. അപ്പോൾ കുംസും ഇത് കുക്കറിൽ തന്നെ ഞാൻ ചുടലുണ്ട്. ഞാൻ ഇപ്രാവശ്യം എന്താക്കിയെന്ന് പറഞ്ഞെങ്കിൽ ചെറിയ നോൺ സ്റ്റിക്ക് പാത്രമില്ലേ, അതിൽ ഉണ്ടാക്കിയത്. അത് ഇതിൽ കുക്കറിലാകുമ്പോൾ കുറച്ച് ഹൈറ്റ് നല്ലോണം ഹൈറ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലായിട്ടാകുമ്പോൾ നല്ലൊരു കണക്കിൻ്റെ ഹൈറ്റായി കിട്ടീന്. അങ്ങനെ ഇതും അങ്ങനെ ലോ ഫ്ലെയിമിലാക്കേണ്ടതല്ലേ, രണ്ട് ചൂടാനുണ്ട്. അപ്പോൾ ഒരേ സൈസിൽ തന്നെ നമുക്ക് കെട്ടണമല്ലോ, വേറെ വേറെ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഒന്നാക്കി പിന്നെ അങ്ങനെ രണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് രണ്ടാക്കിയിട്ട് വെച്ച് അതിന് ശേഷം ഉച്ചക്കേക്കുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കി. അപ്പോൾ രാത്രി ഞാൻ ചിക്കൻ കറി വെച്ചിന്. ചിക്കൻ കറി എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഉപ്പാസ് കിച്ചണിൽ ഉണ്ടാക്കിയ കാശ്മീരി ചില്ലി പിന്നെ വേവിച്ചിട്ട് അത് അരച്ചിട്ട് ഒരു ചിക്കന് ഒരു കറി ഉണ്ടാക്കിയതിന് എന്തുമില്ല, വെറും മാത്രം ഇത് മാത്രം കാശ്മീരി ചില്ലി മാത്രം അരച്ചിട്ട് ഒരു ചിക്കൻ കറി. അപ്പോൾ രാത്രി ഉണ്ടാക്കിയതുകൊണ്ട് അത് ബാക്കിയുണ്ട്. അപ്പോൾ അതിന് തന്നെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇത് ഈ കറി അപ്പോൾ അതുണ്ടാക്കി നെയ്ച്ചോറെല്ലാം ആക്കിയിട്ട് അതിൽ ഉച്ചക്കേക്ക് അത് പിന്നെ കഴിച്ചത്. അപ്പോൾ ഉച്ചക്ക് ശേഷം പിന്നെ എന്താക്കിയെന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ ചോറെല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് കുംസ് റെഡി ആയിട്ടുണ്ട്. ഒരു കുംസ് റെഡി ആയിട്ടുണ്ട്, ഒന്നല്ല രണ്ട് കുംസ് റെഡിയായി. അതിന് ശേഷം ഉച്ചക്ക് ചോറ് കഴിച്ചതിന് ശേഷം ഞാനിത് 4 മണിക്ക് കൊടുക്കേണ്ടതല്ല. അപ്പോൾ ഉന്നക്കായി ചൂടാൻ കഴിഞ്ഞ്. അപ്പോൾ ഉന്നക്കായി ഇതും അങ്ങനെ ഞാൻ ഈ ഒരു ചീന ചട്ടിയിലാക്കുന്നതുകൊണ്ട് 20 ഉന്നക്കായി കൊടുക്കാനുണ്ട്. അപ്പോൾ 20 ഉന്നക്കായി ആയതുകൊണ്ട് വലിയ ചട്ടിയൊന്നും എടുത്തിട്ടാണ് ഈ ഒരു ചീന ചട്ടിയിൽ ഉണ്ടാക്കുന്നേണ്ടത്. അതും നമുക്ക് പിന്നെ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് അപ്പോൾ നല്ല പെട്ടെന്ന് കരിഞ്ഞോന്നില്ലേ. അങ്ങനെ ഉന്നക്കായി റെഡിയാക്കിയതിന് ശേഷം പിന്നെ മുട്ടയപ്പം ചൂടാൻ കഴിഞ്ഞ്. മുട്ടയപ്പം അപ്പോൾ ഇത് മൈദയെല്ലാം കലക്കിയിട്ട് വെച്ചിട്ടുണ്ടതിന്. അപ്പോൾ മുട്ട ഇതാക്കിയിട്ട് മുട്ട കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ പറഞ്ഞെങ്കിൽ പൊട്ടിയിട്ട് ചില സമയത്ത് പൊട്ടിപ്പോന്ന്. അപ്പോൾ എന്ത് പൊട്ടുന്ന അതിന് എന്തെങ്കിലും ടിപ്സ് ഉണ്ടാ പൊട്ടാതിക്കാൻ? അപ്പോൾ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ഉള്ളിൽ ഫില്ലിങ് നല്ല അമരാതിങ്ങനെ പ്രസ്സാക്കിയിട്ട് ഇടണമെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് എൻ്റെ മോള് ഞാനും ആക്കുമെന്ന് പറഞ്ഞിട്ട് ഓളും കുറച്ച് ഫില്ലിങ്ങെല്ലാം വെക്കാൻ എനിക്ക് ഹെൽപ്പാക്കീനെ. അപ്പോൾ അത് ഫില്ലിങ് ഇങ്ങനെ നല്ല പ്രസ്സാക്കിയിട്ട് വെക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോൾ ശരിക്കും അറിയാലോ. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പൊട്ടിത്തെറിക്കുന്നതിനും വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടാകുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് പയ്യ വെക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനെല്ലാം തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ അതിനെ മൂടിയിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ആക്കിയിട്ട് എടുത്തത്. എപ്പോൾ ഒരു പേടിയേണ്ട സംഭവം തന്നെ നമുക്ക് ഈ ഒരു മുട്ടയപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ മുട്ടയപ്പം ഇതും അങ്ങനെ ഒരു 20 മുട്ടയപ്പത്തിൻ്റെ ഇതുണ്ടായിന്. ഇപ്പോൾ ഇതെല്ലാം ഒരു പിന്നെ ഗർഭിണിക്ക് കൊടുക്കാനുള്ള ഐറ്റംസ് കൊണ്ടുപോകാനുള്ള ഒരു ഗർഭിണീനെ നോക്കാൻ പോകുമ്പോൾ അതിന് ശേഷം ഞാനിത് മൂടിയിട്ട് പൊട്ടിയിട്ടാകുമ്പോൾ പിന്നെ മൂടിയിട്ട് ഫ്രൈ ആക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം പിന്നെ ഫ്രൈ ആയിട്ടായിട്ട് ഒരു ബാച്ച് ഫ്രൈ ആയിട്ടായിട്ട് അതിന് ശേഷം രണ്ടാമത്തേത് ഇട്ട്. അപ്പോൾ ഇത് ഒരു 3:30 മണിയാകുമ്പോൾ നമുക്കെല്ലാം റെഡിയാണ്. ഒരു 4 മണിക്ക് വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്തതും അങ്ങനെ ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം മൂടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ മൂടിയിട്ട് വെച്ച് ഇത് ഫ്രൈ ആക്കാൻ വെച്ചിട്ടായിട്ട് നമുക്ക് പേടിയായി. പിന്നെ അത് പൊട്ടിക്കൊണ്ട് ഉണ്ടായിന്.
അപ്പോൾ പിന്നെ മൂടി വെച്ചിട്ട് തന്നെ എല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്തത്. അങ്ങനെ നമ്മൾ അപ്പെല്ലാം റെഡി ആയി 2 കുംസ്, 2 പിന്നെ കൽത്തപ്പം, ഉന്നക്കായി, മുട്ടയപ്പം ഇത്ര റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം പാക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലീൻ ഫോയിലൊന്ന് എല്ലാം ചൂടാറിയില്ല. അപ്പോൾ ക്ലീൻ ഫോയിലൊന്ന് ഇതാക്കിയിട്ട് അതിനെ പിന്നെ ഫോയിലൊന്ന് കവറാക്കി. അതിന് ശേഷം പിന്നെ മറ്റേ ഫോയിൽ കവറിൽ അപ്പം അവർ ഇങ്ങനെ ബോക്സിലൊന്നും ആക്കി തരണ്ട, ഇങ്ങനെ ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞേനെ. അപ്പോൾ ഈ ഒരു ഫോയിൽ കവറിൽ പാക്കാക്കി ഉന്നക്കായും പിന്നെ കേക്കപ്പും പിന്നെ കൽത്തപ്പം പിന്നെ കുംസ് കുറച്ച് വലുതായതുകൊണ്ട് ഞാനതിനെ എന്താക്കിയെന്ന് പറഞ്ഞെങ്കിൽ പാക്കാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരു ഫോയിലിൽ ഇതിങ്ങനെ പാക്കാക്കിയിട്ട് വെച്ചത്. അങ്ങനെ എല്ലാം റെഡിയായി. ഒരു 4 മണി കഴിയുമ്പോൾ ഒരു വന്നിട്ട് എല്ലാം എടുത്തുകൊണ്ട് പോയി. അതിന് ശേഷം നമ്മൾ ചായ കുടിച്ച്. അപ്പോൾ ചായക്ക് ഞാൻ എന്താക്കിയാറിയാൽ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം അന്ന് സ്കൂളുണ്ടായിട്ട് പിള്ളേർക്ക്. അപ്പോൾ പിള്ളേർ എന്തായാലും വൈകുന്നേരം വന്നിട്ടാകുമ്പോൾ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഇത് വൈകുന്നേരം ഉള്ളതുകൊണ്ട് നമ്മൾ മുട്ട ബജി കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ചായക്കും കൂട്ടി. ഇതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ കുറേ പാത്രം ഉണ്ടായിന്, അതെല്ലാം ക്ലീനാക്കി. പിന്നെ ആകെ ടയേർഡായി. പിന്നെ രാത്രിയിലൊക്കെ അങ്ങനെ പിന്നെ ഫുഡ് എന്താക്കണ്ടേന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ലാസ്റ്റ് എന്താക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ചെറുമുറാക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായ പുരയിൽ. അപ്പോൾ ചെറുമുറാക്കിയിട്ട് നമുക്ക് രാത്രി അതൊരു ഡിന്നറായിട്ട് നമുക്ക് ചെറുമുറ് തിന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇൻസ്റ്റാലുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. പിന്നെ എന്തുണ്ടെങ്കിലും എനിക്കറിയുന്ന പോലെ എനിക്ക് റിപ്ലൈ തരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.